നമ്മളെ നിസ്കാരത്തിന്റെ ഫലായിൽ പറയുന്നു രൂപം പഠിപ്പിക്കുന്നില്ല. ഫലായില് പറയൂ, കൈഫിയാത്ത് പറയില്ല. നിസ്കാരത്തിന്റെ മഹത്വം ഒരു കിതാബ് എഴുതി, നിസ്കാരത്തിന്റെ രൂപം പറയില്ല. രൂപം പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവും. ഇത് വളരെ നല്ല കാര്യം പറഞ്ഞത് തബ്ലീഗിനെ പറ്റി. ജനങ്ങളെ ഈമാനും അമലിന്റെ മഹത്വങ്ങളും പഠിപ്പിക്കുന്നു, രൂപം പഠിപ്പിക്കുന്നില്ല. ഓക്കെ, ഇത് ആദ്യം പഠിച്ചാൽ പിന്നെ എങ്ങനെ ചെയ്യണമെന്ന് അവർ എവിടെയെങ്കിലും പോയി പഠിച്ചോളൂ. അത് മദ്ഹബിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ പ്രശ്നമാകുമ്പോഴോ. കൈഫിയത്ത് പറയണമെങ്കിൽ ഒന്നുകിൽ ഖുർആനും ഹദീസും അതുപോലെ പറയണം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മദ്ഹബിന്റെ ഒരു റൂട്ടിൽ പറയണം. അത് ഏത് പറഞ്ഞാലും പ്രശ്നമാണ്. മദ്ഹബിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ പ്രശ്നമാകാതിരിക്കുള്ളൂ. മദ്ഹബ് ഇല്ലാതെ പറഞ്ഞാൽ പ്രശ്നമാകും. അതാണ് ഇവരുടെ ഇടയിൽ ഉണ്ടായത്. ഇവരുടെ നിസ്കാരം ഇന്ന് ഒറ്റ സഫിലെ കാളപ്പോരുകാരായി വരും. ഈ 8 ഗ്രൂപ്പുകാരെ അല്ലെങ്കിൽ വിദേശത്തുള്ള ഗ്രൂപ്പിനെയും കൂടെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ റഫറിനെയും കൂടെ വിസിൽ വെച്ച് നിർത്തേണ്ടി വരും. മനസ്സിലായില്ലേ? പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സുജൂദിലേക്ക് പോകുന്നത് പടച്ചോനെ ഒട്ടകം പോകുന്ന പോലെ പോകണോ അതോ മനുഷ്യന്മാർ പോകുന്ന പോലെ പോകണോ എന്നൊക്കെ പറഞ്ഞിട്ട് മുട്ടുകുത്തണോ കൈ കുത്തണോ എന്നൊക്കെ പറഞ്ഞ് അവസാനം പറയാം എങ്ങനെ പോയിക്കൊടുന്നു. വളരെ വേദനാജനകമായ ഒരു ശൈലിയാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചത്. പറഞ്ഞപ്പോൾ നമ്മളെ പരിഹസിച്ചു എന്നുള്ളതല്ല, അതിനപ്പുറത്ത് പൊതുവേ ഉമ്മത്തിനോട് നസീഹത്തുള്ള ആളുകളാണ്, ഒരു വ്യത്യാസങ്ങളൊന്നും അങ്ങനെ കൈകാര്യം ചെയ്യാത്തവരാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണ് എന്നൊക്കെയാണ് ഇവരെക്കുറിച്ച് അവർ പരിചയപ്പെടുത്താറുള്ളത്. എന്നാൽ അതിൻ്റെ യാതൊരു അടയാളവും ഇല്ലാത്ത ഒരു ശൈലി, അത് ശരിക്കും ഒരു അഭിനയിക്കാൻ വേണ്ടി സംഘടിപ്പിച്ചത് പോലെയാണ് എന്നാണ് തോന്നുന്നത്. മാത്രമല്ല എല്ലാവരെയും ചിരിപ്പിക്കുകയും സഭ്യമല്ലാത്ത പദങ്ങൾ പ്രയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചെറിയ 1 മിനിറ്റിൽ താഴെ ഇപ്പോൾ കേൾപ്പിച്ചത്. അതിൽ തന്നെ എത്ര പദപ്രയോഗങ്ങളാണ് അദ്ദേഹം നിർവഹിച്ചത്. കാളപ്പോരാണെന്ന പ്രയോഗം, ഭയങ്കര അടിയാണ് എന്ന പ്രയോഗങ്ങൾ, അതേപോലെ വലിയ വലിയ പണ്ഡിതന്മാരെ പോലും ഷെയ്ഖ് അൽബാനിയെ, ഷെയ്ഖ് ഇബ്നു ബാസിനെ, ഷെയ്ഖ് ഇബ്നു ഉസൈമീനെ, അതിനപ്പുറത്തെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹി ഒക്കെ ഒരു കൊച്ചാക്കുന്ന, അവരൊന്നും വിവരമില്ലാത്തവരാണ് എന്ന തരത്തിലുള്ള സംസാരം വരെ ഇദ്ദേഹം അവിടെ ചില പ്രയോഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗ്ലോറിഫൈഡ് ജാഹിൽ എന്ന് ഒരു പണ്ഡിതനെ കുറിച്ച് പ്രയോഗിച്ചത് കണ്ടു. ഷെയ്ഖ് അൽബാനിയെ കുറിച്ച് അയാൾ എന്ന പ്രയോഗമാണ് ആവർത്തിച്ച് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഇതൊന്നും ഒരിക്കലും ഒരു ദീനീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ശൈലി അല്ല. മാത്രവുമല്ല, യഥാർത്ഥത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നത് എന്തുകൊണ്ടാണ്? തബ്ലീഗ് ജമാഅത്തുകാർ സാധാരണ ഫളായിൽ പഠിപ്പിക്കുന്നു, എന്നാൽ കൈഫിയത്ത് പറയാറില്ല. ശ്രേഷ്ഠതകൾ പറയും, രൂപങ്ങൾ പഠിപ്പിക്കാറില്ല. നിസ്കാരത്തിൻ്റെ മഹത്വം പറയും, എങ്ങനെ നിസ്കരിക്കണമെന്ന് പറയാറില്ല എന്ന് നമ്മൾ ഒരു പ്രൂഫ് പോയിന്റിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതവർ ശരിവെക്കുക ചെയ്യുന്നത്. ശരിക്കും ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, ഞങ്ങൾ രൂപം പഠിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾ പഠിപ്പിക്കുന്ന രൂപം ഇതാണ് എന്നൊരു പറഞ്ഞിരുന്നുവെങ്കിൽ അതൊരു മര്യാദയാണ്. അതിന് പകരം അവർ പറഞ്ഞെന്താണ്, രൂപം പഠിപ്പിച്ചാൽ മതി, രൂപം പഠിപ്പിക്കേണ്ടതില്ല, മഹത്വങ്ങൾ പറഞ്ഞാൽ മതി, പിന്നെ ആളുകൾ എവിടെയെങ്കിലും പോയി പഠിച്ചോളുന്നതാണ്. അപ്പൊ സാധാരണക്കാർ എവിടെയെങ്കിലും പോയിട്ട് പഠിച്ചോളുന്ന, ഇത് എവിടെയെങ്കിലും പോയി പഠിക്കുന്ന ഒന്നല്ലല്ലോ. ദീന് പറഞ്ഞു കൊടുക്കുന്നവരാരാണോ അവരെന്നെ പഠിപ്പിക്കേണ്ടത്. അതില്ല എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. മാത്രവുമല്ല, ഫിഖ്ഹി വിഷയത്തിൽ സലഫി പ്രസ്ഥാനം സ്വീകരിക്കുന്ന നയം എന്താണ് എന്ന് ഒന്നിൽ അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അറിയാത്ത പോലെ അവർ നടിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പറഞ്ഞ മസ്അലകളൊക്കെ അത് സലഫികൾ മാത്രമല്ല, അത് സ്വാഭാവികമായും ഫിഖ് കൈകാര്യം ചെയ്ത പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള വിഷയങ്ങളാണ്. അത് സ്വാഭാവികമായും ഒരു അഭിപ്രായത്തെ ഒരു പണ്ഡിതൻ റാജിഹാണ്, പ്രബലമാണ് എന്ന് രേഖപ്പെടുത്തും. മറ്റു ചില പണ്ഡിതന്മാർ ഒരു പക്ഷേ അതല്ല അതിൻ്റെ പ്രബലമായ അഭിപ്രായം, മറ്റൊന്നാണ് എന്ന് പറയും. ഓരോരുത്തർക്കും ന്യായാന്യായങ്ങളുണ്ടാവും. അവിടെ മൊത്തത്തിൽ അഹ്ലുസുന്നയുടെ നിലപാടെന്താണ്? ഇജ്തിഹാദ് ചെയ്യാൻ യോഗ്യതയുള്ള പണ്ഡിതന്മാരാണ് എങ്കിൽ അവർ ചില ഇജ്തിഹാദ് ശരിയാണെങ്കിൽ 2 കൂലി കിട്ടുന്ന, തെറ്റാണെങ്കിൽ 1 കൂലി കിട്ടും. കാരണം അവർ ഗവേഷണം ചെയ്തല്ലോ, ഇതിനു വേണ്ടി പരിശ്രമിച്ചു, അതിന് കൂലിയുണ്ട്. എന്നാൽ അവർ ശരിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല, അതിന് കുറ്റമില്ല. എന്നാൽ ശരിയിലേക്ക് എത്തിയാലോ പരിശ്രമിച്ചതിന് കൂലിയും കിട്ടും, ഈ ശരി മനസ്സിലാക്കി ഉമ്മത്തിന് പറഞ്ഞുകൊടുത്തതിന് പ്രതിഫലവും കിട്ടും. അപ്പം പല വിഷയത്തിലും ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞ നിലപാടുകൾ ശരിയല്ല എന്ന് ഷാഫി മദ്ഹബിലെ തന്നെ പണ്ഡിതന്മാർ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനടുത്ത് ഇമാം ഷാഫി റഹിമഹുല്ലാഹ്ക്ക് അതിൽ ഒരു പ്രതിഫലമുണ്ട് എന്നാണ്. ശരി ധാരാളം അദ്ദേഹം പറഞ്ഞു, അതെല്ലാം 2 പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. ഫിഖ്ഹി മസ്അലകളിൽ സ്വാഭാവികമാണ് വീക്ഷണ വ്യത്യാസങ്ങൾ, അത് ബോധപൂർവമല്ല. പല കാരണങ്ങളാൽ വീക്ഷണ വ്യത്യാസങ്ങൾ വരും. ഒരു ഹദീസ് സ്വഹീഹാണോ സ്വഹീഹല്ലേ എന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിൽ സ്വാഭാവികമായും 2, 3, 4 അഭിപ്രായങ്ങൾ വരും. ഹദീസ് സ്വഹീഹാണെന്ന് മനസ്സിലാക്കിയവർ അതുപ്രകാരം പറയും, സ്വഹീഹ് അല്ലാന്ന് മനസ്സിലാക്കിയവർ അതുപ്രകാരം പറയും. അപ്പം മരിച്ചവർക്ക് വേണ്ടി അവർക്ക് ബാക്കിയുള്ള ഫർളായ നോമ്പ് നോറ്റുവിട്ടാൻ പറ്റുമോ ഇല്ലേ? ഇമാം ഷാഫി റഹിമഹുള്ളയുടെ ആദ്യത്തെ അഭിപ്രായം നോറ്റുവിട്ടാൻ പറ്റുകയില്ല എന്നാണ്. ആ വിഷയത്തിൽ വന്ന ഹദീസ് സ്വഹീഹ് അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കുറച്ചു കാലം മുന്നോട്ട് പോയപ്പോൾ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു ഹദീസ് സ്വഹീഹ് ആണ്, അതിൽ നോറ്റുവിട്ടാൻ പറ്റും. കുറച്ചുകൂടെ കാലം മുന്നോട്ട് പോയപ്പോൾ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു ഞാനിങ്ങനെ ഇടക്കാലത്തെ സ്വഹീഹാണെന്ന് പറഞ്ഞിരുന്നു, എന്നാൽ സ്വഹീഹ് അല്ല, അതിനാൽ നോമ്പ് നോറ്റുവിട്ടാൻ പറ്റുകയില്ല. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതാണ്, മരിച്ച ആളുടെ മയ്യത്ത് നോറ്റുവിട്ടാൽ വീടുകയില്ല എന്നാണ്. എന്നാൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹ് മുസ്ലിമിലൊക്കെ പറഞ്ഞു
ഇമാം ഷാഫി റഹിമഹുള്ള അവസാനം മാറ്റി പറഞ്ഞത് ശരിയായില്ല. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഇടക്കാലത്തെ അഭിപ്രായമാണ് ശരി. കാരണം നബി തങ്ങൾ പറഞ്ഞ സ്വഹിയാണ്, മൻ മാത വഅലൈഹി സിയാമുൻ സ്വാമ അൻഹു വലിയുഹു. ഇമാം മുസ്ലിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരാൾ മരിക്കുകയും അയാൾക്ക് നോമ്പ് ബാക്കിയുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അയാളുടെ വലിയന് ആ നോമ്പ് നോൽക്കാം എന്ന ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചു. അത് സ്വഹിയാണ്. അവിടെ ഇമാം ഷാഫിയുടെ രണ്ടാമത്തെ അഭിപ്രായമാണ് ഇവിടെ ശരി എന്ന് ഇമാം നബി റഹിമഹുള്ള പറയുന്നു. ഇതൊരിക്കലും ഇമാം ഷാഫി നമ്മൾ അടിയായിട്ട് നമ്മളാരും മനസ്സിലാക്കിയിട്ടില്ല. ഒരു വിസിലൂതി റഫറി നിർത്തി അങ്ങനത്തെ ഒരു അടി നിൽക്കുന്ന ഒരു രീതിയായിട്ട് മുസ്ലിം ലോകത്ത് ഒരാളും ഇത് നോക്കി കണ്ടിട്ടില്ല. ഇവിടെ ഇമാം ഷാഫിയോട് നമുക്ക് ആദരവുണ്ട്, ഇമാം നബിയോടും ആദരവുണ്ട്. ഇമാം ഷാഫി 3 അഭിപ്രായം പറഞ്ഞു, ഇമാം നബി റഹിമഹുള്ള അതിലൊരു അഭിപ്രായത്തെ ശരി വെച്ചു. ഈ 2 പേർക്കും ഇതിനെല്ലാം കൂലി കിട്ടുമെന്ന് വിചാരിക്കുന്നത്. ശരി പറഞ്ഞതിന് അവർക്ക് 2 കൂലി കിട്ടും, ശരിയല്ലാത്ത അഭിപ്രായം രേഖപ്പെടുത്തി അവർക്ക് 1 പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അത് ആ 2 പണ്ഡിതന്മാരുടെയും ആദരവ് നമ്മൾ വകവെച്ചു കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു മസലയാണ് ഇജ്തിഹാദി കൈകെട്ടൽ. ഇത് സലഫികൾക്കുള്ള ചർച്ച മാത്രമൊന്നുമല്ല, കാലങ്ങളായി മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഇവര് എന്തിനാണ് ഷാഫി മദഹബിലെ പണ്ഡിത ഇബ്നു ഹജർ ഹൈതമി റഹിമഹുള്ളയോട് ഫതാവുൽ കുബറയിൽ ചോദ്യമുണ്ട്, ഇജ്തിഹാദി കൈകെട്ടുകയാണോ വേണ്ടത്, താഴ്ത്തുകയാണോ വേണ്ടത് എന്ന ചോദ്യമുണ്ട് അവിടെ. അപ്പോൾ സലഫികൾ തമ്മിൽ മാത്രമുള്ള ഒരു മസല തർക്കമൊന്നുമല്ലത്. ഷെയ്ഖ് അൽബാനിയും ഷെയ്ഖ് ഇബ്നു ബാസും ഷെയ്ഖ് ഉസൈമീനും ഒക്കെ ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ഗൗരവമായി അതേക്കുറിച്ച് വിമർശിച്ചവരുണ്ട്, അത് ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ അവർ തമ്മിൽ അതിൻ്റെ പേരിൽ എവിടെയെങ്കിലും അടിയുണ്ടായോ? ഇല്ല. അദ്ദേഹം തന്നെ പറഞ്ഞ ഷെയ്ഖ് അൽബാനിയും ഷെയ്ഖ് ഇബ്നു ബാസും ഒക്കെ ഇതിൻ്റെ പേരിൽ 2 അഭിപ്രായമായി ഭയങ്കര അടിയാണ് എന്ന മട്ടിലാണ് അവതരിപ്പിച്ചത്. അവർ തമ്മിൽ കാണിച്ച ബഹുമാനവും ആദരവും ലോകത്തെ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന വല്ലാത്തൊരു മാതൃക തന്നെയാണ്. അപ്പോൾ ഒരിക്കലും ഇതൊന്നും ഒരു പരസ്പരം അടിയല്ല. അപ്പം അദ്ദേഹത്തെ എന്തൊരു അടിയാണെന്ന് വരുത്തി തീർക്കാം. മാത്രവുമല്ല, ഇതിലെ പല രീതികളും ഹദീസിൽ വന്നതിനെയാണ് അദ്ദേഹം കൊച്ചാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം സുജൂദിലേക്ക് പോകുമ്പോൾ കൈ കുത്തണമോ കാൽമുട്ട് കുത്തണമോ, അദ്ദേഹം പരിഹസിച്ച ഒട്ടകം മുട്ടുകുത്തുന്ന പോലെ കുത്തണമോ, മനുഷ്യന്മാരെ പോലെ പോകണമോ എന്നാണ് അടിയാണ്. ഈ പ്രയോഗം ഹദീസ് വന്ന പ്രയോഗമാണ്. ഹദീസാണിത്. ഇത് സലഫി ലോകത്ത് മാത്രമുള്ള ചർച്ചയല്ല, ഇത് മദ്ഹബിലെല്ലാമുള്ള ചർച്ചയാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് സാദുൽ മആദിൽ എത്രയാണ് ആ ഹദീസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തത്. ഷെയ്ഖ് ഉസ്താദ് ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹിയുടെ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് എത്രയാണ് ചർച്ച ചെയ്തത്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനിയുടെ സിഫത്ത് സ്വലാത്തിൻ നബി, നബിയുടെ നിസ്കാരം എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസിൻ്റെ മുഴുവൻ വശങ്ങളെയും അദ്ദേഹത്തിൻ്റെ അസ്ലു സിഫത്ത് സ്വലാത്തിൽ അദ്ദേഹം വിശദമായി ചർച്ച കൊണ്ടുവരുന്നുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ശറഹുൽ മുംതിഇൽ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലെ ഇത് സലഫികൾ തമ്മിലുണ്ടായ ഒരു അടിയുടെ അല്ലെങ്കിൽ ഗ്രൂപ്പായി പിരിഞ്ഞപ്പോൾ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കമോ അതൊന്നുമല്ല. അങ്ങനെ പറയാൻ തുടങ്ങിയാൽ എന്തെല്ലാം പറയാൻ കഴിയും. ഹദീസ് വന്ന പ്രയോഗമാണ് ഒട്ടകം മുട്ടുകുത്തുന്ന പോലെ എന്ന പ്രയോഗം ഹദീസ് വന്ന പ്രയോഗമാണ്. നിസ്കാരത്തിൻ്റെ പല അമലവും പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല മൃഗങ്ങളുടെയും ചെയ്തിയോട് ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട്. കോഴി കുത്തുന്ന പോലെ കുത്തുക എന്നത് മുനാഫിഖിന്റെ നിസ്കാരത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞതാണ്. അതേപോലെ കുറുക്കൻ തിരിയുന്ന പോലെ തിരിയുക എന്ന പ്രയോഗം ഹദീസിൽ കാണാൻ കഴിയും. നായ ഇരിക്കുന്ന പോലെ ഇരിക്കുക, അത് പാടില്ല എന്ന് പ്രത്യേകം പഠിപ്പിച്ചതാണ്. ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾ പറയുമ്പോഴും അവർക്ക് പരിചിതമായ പല ജീവികളുടെയും പ്രവർത്തികൾ എടുത്തു കാണിച്ചുകൊണ്ട് അത്തരം രീതികൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ പലതും കാണാൻ കഴിയും. ഇതൊക്കെ എടുത്തുകൊണ്ട് മനുഷ്യൻ പോണ പോലെ പോണോ, ഒട്ടകം പോണ പോലെ പോണോ എന്നൊക്കെ ഇത് ആരെയാണ് പരിഹസിക്കുന്നത്? ഇതാണോ തബ്ലീഗ് ജമാഅത്ത്? ഇതാണോ നസീഹത്ത്? വളരെ മോശമായ പ്രയോഗങ്ങൾ. മാത്രമല്ല അവർ തന്നെ പറയാതെ പറഞ്ഞത് അവർ മുഖല്ലിദുകളാണ് എന്നാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് തഖ്ലീദില്ല, ഇത്തിബാഅേ ഉള്ളൂ. തഖ്ലീദ് പ്രവാചകരോട് മാത്രമേ ഉള്ളൂ. നബിതങ്ങളല്ലാത്ത ആരുടെ ഖൗലിലും ഉൾക്കൊള്ളേണ്ടതുമുണ്ടാവും, ഒഴിവാക്കേണ്ടതുമുണ്ടാവും. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞ അധ്യാപനം ആ അസ്ലാണ് നമ്മുടെയും അസ്ൽ. എന്നാൽ യഥാർത്ഥത്തിൽ അടിയുണ്ടായത് ഹദീസുകൾ സ്വീകരിച്ചവർക്കിടയിലാണോ? ഒരിക്കലുമല്ല, അതുണ്ടാവുകയുമില്ല. എന്നാൽ മദ്ഹബിൻ്റെ പക്ഷപാതിത്വം പിടിച്ച ആളുകളാണ് ഇസ്ലാമിക ചരിത്രത്തിൽ പലപ്പോഴും അതിശക്തമായ വിമർശനങ്ങളും ആരോപണങ്ങളും എല്ലാം ഉണ്ടായത്. ഷാഫിയും ഹനഫിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കാൻ പറ്റുമോ ഇല്ല എന്ന ചർച്ച പോലും ഒരു കാലത്ത് മദ്ഹബി പക്ഷപാതികളിൽ ഉണ്ടായിട്ടുണ്ട് ഇക്കാലക്കാർക്കിടയിൽ. എന്നിട്ട് അവസാനം പറഞ്ഞു വെച്ചത് ഷാഫി സ്ത്രീകളെ ഇങ്ങോട്ട് കെട്ടാം, എന്നാൽ ഹനഫി സ്ത്രീകളെ ഷാഫി കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. അതിന് കാരണം എന്താ? തൻസീലല്ലഹും മൻസിലത്ത് അഹ്ലുൽ കിതാബ്. അഹ്ലു കിതാബിനെ പോലെ നമുക്ക് അവരെ കാണാം. അപ്പോൾ അഹ്ലു കിതാബിനെ പെൺകുട്ടികളെ കെട്ടിക്കൊണ്ടുവരാമല്ലോ, എന്നാൽ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല എന്നതുപോലെ അവരെ പെൺകുട്ടികളെ കെട്ടിക്കൊണ്ടുവരാം, അങ്ങോട്ട് കെട്ടിക്കാൻ പാടില്ല. മുസ്ലിം അല്ലാത്ത രൂപത്തിലാണ് അവരെ കണ്ടത്. മാത്രവുമല്ല അവർ മൊത്തം നജസാണ് എന്ന പ്രയോഗം വന്നു. സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസി വശാഫിഇയ്യത മിൻ മാഇൻ വമിൻ തീനി എന്ന കവിത ഉണ്ടായി ചരിത്രത്തിൽ.
അത് ഹനഫികളെ സംബന്ധിച്ച് മനുഷ്യൻ്റെ ഇന്ദ്രിയം അത് നജസാണ് എന്നാണ്. അതുകൊണ്ട് മറ്റു നജസ്സുകൾക്ക് എന്താണ് ഹുക്മ് എന്നതുപോലെ ഹുക്മ് അതിനുമുണ്ട്. അപ്പം മനിയായാൽ കഴുകി വൃത്തിയാക്കണം. ഷാഫി മതബ് പ്രകാരം മനിയ നജസല്ല, ത്വാഹിറാണെന്നാണ്. അതിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞാണ് സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസി, ഹനഫികളെ നജസ് കൊണ്ട് സൃഷ്ടിച്ച അല്ലാഹു തആല എത്ര പരിശുദ്ധനാകുന്നു, ഷാഫികളെ ശുദ്ധമായ വെള്ളത്തിൽ നിന്നും മണ്ണിൽ നിന്നും സൃഷ്ടിച്ചവനുമാകുന്നു അല്ലാഹ് എന്ന് പരിഹസിച്ചിട്ടുണ്ട്. ഷാഫി ഹനഫികൾ തമ്മിൽ തുടരാൻ പറ്റുമോ, ഇമാം ഹനഫിയാണെങ്കിൽ ഷാഫിക്ക് ബഹുമാനിക്കാൻ പറ്റുമോ എന്ന ചർച്ചകൾ മദ്ഹബിൻ്റെ പിൽക്കാല അനുയായികൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും ഇവർ ഒരു അടിയായി പരിചയപ്പെടുത്തുന്നില്ല. പകരം ഹദീസുകൾ അത് സ്വഹിയാണോ സ്വഹിയല്ലേ, ഈ ഹദീസിൽ നിന്ന് അങ്ങനെ ലഭിക്കുമോ ഇല്ലേ എന്ന് ആധികാരികരായ പണ്ഡിതന്മാർ ഗവേഷണം ചെയ്തു പറഞ്ഞതിനെ പഠനവിധേയമാക്കുകയും അതിൽ നിന്ന് റാജിഹായത് പ്രബലമായത് സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഇതിവിടെ അടിയായും സൊഫിലെ കളപ്പോരായും റഫറിയെ വെച്ച് വിസിലൂതി തീരുമാനിക്കേണ്ടതാണ് എന്നുമുള്ള പ്രയോഗങ്ങൾ വരെ ഇവരവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അഥവാ ഒരു ഖിലാഫ് പിന്നെ മൂത്തബറായ വിഷയങ്ങളാണ് ഇതല്ലേ? അതെ, ഖിലാഫിന് അനുവാദമുള്ള ഖിലാഫ് സായികായ വിഷയം. ഇസ്ലാമിൽ 2 തരം ഖിലാഫുകളുണ്ട്. ഒരിക്കലും ഖിലാഫ് ഉണ്ടാകാൻ പാടില്ലാത്ത വിഷയങ്ങൾ, വ്യക്തമായി നെസ്സ് വന്ന വിഷയത്തിൽ പിന്നെ ഖിലാഫില്ല. നബി തങ്ങൾ വ്യക്തമായ കാര്യം പറഞ്ഞാൽ അവിടെ ഖിലാഫില്ല. അപ്പോൾ നിസ്കാരം 5 വക്താണോ 3 വക്താണോ, ആ ഖിലാഫ് പാടില്ല. അത് തർക്കമില്ലാത്ത വിധം സ്ഥിരപ്പെട്ട കാര്യമാണ്. അങ്ങനെ നെസ്സ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ, ദീനിൽ ലറൂറിയായി അറിയപ്പെട്ട വിഷയങ്ങൾ, അവയിലൊന്നും ഖിലാഫില്ല. അഖീദയുടെ അസ്ലി വിഷയങ്ങൾ അതിൽ ഖിലാഫില്ല. എന്നാൽ ഖിലാഫ് ഉണ്ടാവാൻ വകുപ്പുള്ള ഖിലാഫ് സായികളായ വിഷയങ്ങളുണ്ട്, അഥവാ ഇജ്തിഹാദി വിഷയങ്ങൾ. ഒരു ഹദീസിൽ നിന്ന് അങ്ങനെ മനസ്സിലാകുമോ ഇങ്ങനെ മനസ്സിലാകുമോ, 2 ഹദീസുകൾ തമ്മിൽ നേർക്കുനേരെ വൈരുദ്ധ്യമായി അനുഭവപ്പെടുമ്പോൾ ഇതെങ്ങനെയാണ് വൈരുദ്ധ്യമല്ലാതെ അതിനെ വ്യാഖ്യാനിക്കുക തുടങ്ങിയ പല വിഷയങ്ങളിലും ഖിലാഫുകളുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അനുവദിച്ചു കൊടുത്താണ്. സഹാബത്തിന്റെ ഇടയിൽ പോലും ഇത് ഉണ്ടായിട്ടുണ്ട്. ഇതിനെയാണ് ഇദ്ദേഹം കളപ്പോര് എന്ന് പറഞ്ഞത്. ഒരു സാധാരണ ദീനിനെ സ്നേഹിക്കുന്ന ഒരു സാധാരണക്കാരൻ പോലും പറയാൻ പേടിക്കുന്ന കാര്യങ്ങളാണ് ഇത്ര ലാഘവത്തോടെയാണ് പറയുന്നത്. ഫത്വ കോഴ്സ് കഴിഞ്ഞ് മുഫ്തി എന്ന പേരിന്റെ കൂടെ സ്വയം പരിചയപ്പെടുന്ന ആളാണ്. ഇപ്പം നമ്മിലൊക്കെ അദ്ദേഹം പഠിച്ച അതേ കോഴ്സ് പഠിച്ച എത്രയോ പണ്ഡിതന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ യോഗ്യരായ സർട്ടിഫിക്കറ്റ് ഉള്ള പണ്ഡിതന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മളാരും അവരെ കുറിച്ച് അങ്ങനെ മുഫ്തി മുഫ്തി എന്ന് പറഞ്ഞെടുക്കാറില്ല. ഇത് അറിയപ്പെടുന്നത് തന്നെ അങ്ങനെയാണ്. ആയിക്കോട്ടെ, നമ്മളതിനെ വിമർശിക്കുകയല്ല. പക്ഷെ അതിൻ്റെ ഒരു അദബ് അവർ കാണണമല്ലോ. ഇതിൻ്റെയൊക്കെ ഒരു ഫത്വ എന്താണ്, ഇതിൻ്റെയൊക്കെ ഒരു ഫത്വ എന്താണ് എന്നൊക്കെ അവർ പറയേണ്ടതുണ്ടെന്നാണ് സൂചിപ്പിക്കാനുള്ളത്.